ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗൗരീസ് കറി വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കക്ക ഇറച്ചി തോരനാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ കക്ക ഇറച്ചി കഴുകി വൃത്തിയാക്കിയത്, ഒരു വലിയ സവോള മുറിച്ച് നീളത്തിൽ അരിഞ്ഞത്, ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു 6 എണ്ണം, 1/4 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില. തോരൻ തയ്യാറാക്കുവാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 മുറി തേങ്ങ ചിരകിയതും ആവശ്യത്തിന് കറിവേപ്പിലയാണ്. ഇനി നമുക്ക് കക്ക ഇറച്ചി തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. കക്ക ഇറച്ചി വേവിക്കുവാനായിട്ട് പ്രത്യേകിച്ച് വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചേർത്ത 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി. അപ്പോൾ ഇത് വേവിക്കാൻ വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് തുറന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും വെള്ളം നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട് കക്ക ഇറച്ചിയിൽ നിന്ന്. ഇനി ഇത് നമുക്ക് നന്നായി വേവാൻ വേണ്ടി 10-15 മിനിറ്റ് വെക്കാം. അപ്പോൾ ഞാൻ 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും വെള്ളമെല്ലാം നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കക്ക ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കക്ക ഇറച്ചി തോരൻ തയ്യാറാക്കാം. ശേഷം അതിനായി നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഇനി കടുക് പൊട്ടിക്കാനായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സബോള അരിഞ്ഞതും അതുപോലെ തന്നെ ഉള്ളിയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഇത് നന്നായി വഴന്നു വരുവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
സവോള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. സവാള നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇറച്ചിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കരിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം മൂട് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കക്കയിറച്ചി തോരൻ ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി കക്കയിറച്ചി തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.